എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നാളെ വൈകിട്ട് 3 മണിയോടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ SSLC റിസൾട്ട് sslcexam.kerala.gov.in അതുപോലെ തന്നെ results.kite.kerala.gov.in എന്ന രണ്ട് വെബ്സൈറ്റുകൾ വഴിയും സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ വർഷത്തെ SSLC പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് അറിയാം എന്നുള്ള കാര്യം നോക്കാം. റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ മുകളിലായിട്ട് തന്നെ SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളതുപോലെ തന്നെ ആ ഒരു സർക്കുലറിൻ്റെ ഭാഗത്തും ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് വരുന്ന പേജ് എന്ന് പറയുന്നത്, അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ആ ഒരു SSLC പരീക്ഷയുടെ ആ റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ബാക്കിയെല്ലാ ഭാഗവും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി വ്യൂ റിസൾട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാറല്ല പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര A+ കിട്ടി എന്നുള്ളതൊക്കെ ആ ഒരു റിസൾട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണോ എന്നുള്ളത് അതിൽ നൽകുന്നതാണ്. നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾക്ക് D+ൽ കുറയാതെ, അതായത് D+ അതിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഡി ഗ്രേഡ് ഏതെങ്കിലും സബ്ജക്റ്റിന് D ഗ്രേഡോ E ഗ്രേഡോ കിട്ടുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയി എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇനി നമുക്ക് കൈറ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൈറ്റിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. റിസൾട്ട് നാളെ 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച ശേഷം 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ, അതായത് 4 മണി അല്ലെങ്കിൽ 3:30 ആ ഒരു സമയത്തോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കും. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പേജിലും ഓപ്ഷൻ ഉണ്ടാവും. അതായത് SSLC THSLC എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വെറും SSLC എന്ന് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാനുള്ള ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ A+ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.